ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസുമാണ്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ ആ ഫോർമുലയെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ ആദ്യം ഞാനൊന്ന് തരാം. നമ്മളുടെ കയ്യിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് അനാലിറ്റിക് ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനാലിറ്റിക് ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിരിക്കണം. ദെൻ അവിടുത്തെ ഒരു പോയിന്റ് സെഡ് നോട്ട് നമ്മളെടുക്കുന്ന സി എന്ന് പറയുന്ന റീജിയനിൽ സെഡ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഫോമിലാണ് നമ്മളുടെ തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ എങ്കിൽ നമുക്കതിനെ 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ആൻസർ ഉണ്ട്. ഇതാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. എഫ് ഓഫ് സെഡ് ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ്. സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് തന്നിരിക്കുന്ന റീജിയനിലാണെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലംസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കി ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി z square plus 1 divided by z square minus 1, z square plus 1 divided by z square plus 1 divided by z square minus 1. സി എന്ന് പറയുന്ന റീജിയൻ മൂന്ന് ഓപ്ഷൻസ് ആയിട്ടാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മളുടെ സി എന്ന് പറയുന്ന റീജിയൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. സെക്കൻഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് മോഡ് z പ്ലസ് 1 ഈക്വൽ ടു 1 ആണ്. തേർഡ് ഓപ്ഷൻ തന്നിരിക്കുന്നത് മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1 ആണ്. ഈ മൂന്ന് റീജിയണിലും ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. ഇത് 9 മാർക്കിന് 3 3 3 എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ മാർക്ക് 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ആ ഒരു ഫോർമുല വെച്ചിട്ട് ആൻസർ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കേസ് എടുക്കാം. നമ്മളിതിൻ്റെ ആൻസറിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കേസ് നമുക്ക് തന്നിരിക്കുന്ന സി എന്ന് പറയുന്ന റീജിയൻ മോഡ് z മൈനസ് 1 ഈക്വൽ ടു 1 ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ആണ് തന്നിട്ടുള്ളത്. ഡി സെറ്റ് കണ്ടുപിടിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആ റീജിയൺ ഒന്ന് വരയ്ക്കാം. ആദ്യം നമുക്ക് സൈഡിൽ ഇവിടെ ആ റീജിയൺ ഒന്ന് വരച്ച് നോക്കാം. എന്നാലും നമുക്ക് അതിനുള്ളിലാണോ വരുന്ന പോയിന്റ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിന് മുന്നേ ജസ്റ്റ് ഇതിനെ ഒന്ന് നമുക്ക് ചെറിയൊരു സ്പ്ലിറ്റിംഗ് z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1. ഈ z സ്ക്വയർ മൈനസ് 1 നമുക്ക് z സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇതിന് നമുക്ക് z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 ഡി സെഡ് എന്ന് മാറ്റാൻ പറ്റും. ആ ഡിനോമിനേറ്ററിന് z പ്ലസ് 1 ഇൻറ്റു z മൈനസ് 1 ഡി സെഡ് എന്ന് മാറ്റാം. ഇനി ഞാൻ ഫസ്റ്റ് ഈ റീജിയൺ ഒന്ന് വരയ്ക്കുകയാണ്. റീജിയൻ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി മോഡ് സെഡ് നമുക്ക് ഇതിനെങ്ങനെ മാറ്റാം? സെഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് മാറ്റാം. അപ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ഇവിടെ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് വൈ സ്ക്വയർ ഈക്വൽ ടു 1. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ. ഇതിൻ്റെ ഇക്വേഷനാണ് സർക്കിൾ വിത്ത് സെൻറ്റർ 1 0 ആൻഡ് റേഡിയസ് 1. റേഡിയസ് 1ഉം സെൻറ്റർ 1 0 ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ ഇവിടുത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു റീജിയൻ വരച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ വരും? സെൻറ്റർ ഇവിടെയാണ് വരുന്നത് 1 0, റേഡിയസ് 1 ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ഒരു സർക്കിൾ. ഇതാണ് ഇതിൻ്റെ റീജിയൻ. ഇതായിരിക്കും ഇതിൻ്റെ റീജിയൻ. അതായത് സെൻറ്റർ 1 0 ഇവിടെ ഉണ്ടാവും 1. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 2 0 ആയിരിക്കും. സെൻറ്ററിൽ ഇവിടെ 1 0, ഇവിടെ ആരുണ്ട്? 0 0. ഇതാണ് ആ റീജിയൻ. ഇനി എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവണം. അതേപോലെ തന്നെ സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്താവുകയും വേണം. ഇവിടെ നമുക്ക് സെഡ് നോട്ടായിട്ട് ചൂസ് ചെയ്യാൻ 2 പോയിന്റ്സ് ആണ് ഇതിലുള്ളത്. സെഡ് പ്ലസ് 1ൽ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ ഈ ഒരു ഫോർമുലയിലേക്ക് ആവണമെങ്കിൽ, ഇവിടെ സെഡ് മൈനസ് സെഡ് നോട്ട് ഫോമിലാവണമെങ്കിൽ ഒന്നെങ്കിൽ സെഡ് നോട്ട് എന്താവണം? -1 ആവണം, അല്ലെങ്കിൽ സെഡ് നോട്ട് 1 ആവണം. പക്ഷേ 1 ആണ് ഇതിനുള്ളിൽ വരുന്നത്. -1 ഒരിക്കലും ഈ റീജിയണിൽ വരില്ല. അപ്പോൾ സെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വിച്ച് ബിലോങ്സ് ടു സി നമ്മളുടെ റീജിയണിൽ വരുന്നുണ്ട്.
അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്, ഈ z-1 നമുക്ക് ഇതിലെടുക്കാം, ഈ z+1. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫംഗ്ഷൻ അനാലിറ്റിക് ആവണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് f(z) ആയിട്ട് എന്തെടുക്കാം, എൻ്റെ f(z) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഒരു ആൻസറിന് വേണ്ടി എനിക്ക് z² + 1 ഡിവൈഡഡ് ബൈ z+1 എടുക്കാം. എന്തുകൊണ്ടാണ് ഈ z-1 നമുക്ക് പറ്റില്ല, കാരണം അത് നമുക്ക് z0 ആയിട്ട് റീജിയനുള്ളിലുള്ള പോയിന്റ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ z² + 1 z+1 ഇത് അനാലിറ്റിക് അല്ലേ. ഇതിന് ആകെ അനാലിറ്റിസിറ്റിക്ക് പ്രശ്നം വരുന്നത് z = -1 അതാണെങ്കിൽ നമ്മുടെ റീജിയനിലില്ല. റീജിയൻ ഉണ്ടെങ്കിലല്ലേ അനാലിറ്റിസിറ്റിക്ക് അവിടെ നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്, z0 ആയിട്ട് 1 എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്. ഇതായി z0 എന്ന് പറയുന്നത് 1 ആയി. നിങ്ങൾ ശ്രദ്ധിക്കണം, z² + 1 മുകളിൽ വരുന്നത് മാത്രമാണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കരുത്, അടിയിലുള്ളതും ചിലപ്പം വരാം. അനാലിറ്റിസിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒന്നുകൂടി ഞാൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ c z² + 1 ഡിവൈഡഡ് ബൈ z+1 അതാണ് ഇപ്പോൾ പോയത്, ഓൾ ഡിവൈഡഡ് ബൈ ഞാനൊരു z-1 നമ്മളുടെ ബാക്കി വന്ന z-1 എങ്ങനെ എഴുതിയാലും അതിന് ചേഞ്ച് ഒന്നുമില്ല, dz ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2πi f(z0) ആണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ അതിനാദ്യം നമുക്ക് നമ്മുടെ f(z) ഞാൻ ഒന്നും കൂടി എഴുതുന്നു. f(z) എന്ന് പറയുന്നത് z² + 1 ഡിവൈഡഡ് ബൈ z+1 ആണ്. സോ f(z) z+1. അപ്പോൾ f(z0) എന്ന് പറഞ്ഞാൽ നമ്മുടെ z0 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, 1² + 1 / 1 + 1 1² + 1 എന്ന് പറഞ്ഞാൽ 2/2 which is equal to 1 എന്ന് വരും. സോ നമ്മളുടെ ലാസ്റ്റ് ആൻസർ എന്ത് വരും, 2πi × 1 എന്ന് വരും. ആൻസർ 2πi എന്ന് വരും. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ z² + 1 / z² - 1 ആണ്. അതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഡിനോമിനേറ്ററിൽ 2 ടേം ഉണ്ട്. നമ്മളുടെ ഇക്വേഷനിൽ z - z0 എന്നൊരു ടേം മാത്രം മതി. അപ്പോൾ ഇവിടെ z0 ആയിട്ട് -1നും +1നും ചാൻസ് ഉണ്ട്. പക്ഷേ 1 ആണ് ഈ റീജിയനിൽ വരുന്നത്. അതുകൊണ്ട് നമ്മൾ z² + 1 / z+1 ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആയിട്ട് മൊത്തത്തിൽ എടുത്തിട്ട് ആൻസർ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അടുത്ത 2 പാർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ റീജിയനിൽ ഒരു മാറ്റമുണ്ട്. റീജിയൻ മോഡ് z+1 = 1 ആണ്. അപ്പോൾ ഈ റീജിയൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. മോഡ് സെറ്റിന് പകരം നമുക്ക് x + iy + 1 = 1 എന്താ വരിക, ഇതിൻ്റെ മോഡ് എടുക്കുമ്പോൾ √ ഇവിടെ x+1² വരും, കാരണം റിയൽ പാർട്ട് എക്സും 1ഉം ഉണ്ട്, +y² = 1 എന്ന് വരും. ആ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, x+1² + y² = 1² എന്ന് വരും. ഏതാണ് ഈ സെൻറ്റർ -1 0യും റേഡിയസ് 1 ഉള്ള സർക്കിൾ വരും. സെൻറ്റർ -1 0യും റേഡിയസ് 1 ഉള്ള സർക്കിൾ അതെവിടെയാണ് ഉണ്ടാവുക, സെൻറ്റർ ഏകദേശം ഇവിടെ -1 0 ആണെങ്കിൽ റേഡിയസ് 1 ഉള്ള ഇങ്ങനത്തെ ഒരു സർക്കിൾ. സോറി, ഇതാണ് നമ്മളുടെ ആക്സിസ് എങ്കിൽ ഇവിടെ സെൻറ്റർ വരും, ദെൻ -1 0 ഇങ്ങനെയുള്ളൊരു സർക്കിൾ ഉണ്ടാവും ഇവിടെ. യെസ്, ഓക്കെ, -1 0 ഇവിടെ -2 0 0 0 ഈ രീതിയിലുള്ള ഒരു റീജിയൻ ആണ് അവിടെ വരിക. ആ റീജിയൻ നേരത്തെ നമ്മളുടെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് z² + 1 / z+1 × z-1. അപ്പോൾ ഇവിടെ നമുക്ക് f(z) ആയിട്ട് എന്തെടുക്കാം, ഇവിടെ നമുക്ക് f(z) ആയിട്ട് z² + 1 / z-1 എടുക്കാം. കാരണം ഇവിടുത്തെ നമ്മളുടെ z0 എന്ന് പറയുന്നത് -1 ആണ്, കാരണം -1 ആണ് ഇതിനകത്തുള്ളത്. -1 എന്ന് പറയുന്ന പോയിന്റ് ഈ റീജിയനകത്തുണ്ട്. ഈ -1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് -1 + 0i ആണ്. അതായത് ഏത് പോയിന്റ് വരും, -1 0 എന്ന പോയിന്റ് വരും. അതാണ് ഈ z0 -1 ആണ്, അത് ഇതിനുള്ളിലാണ്. സോ z0 = -1 belongs to C. സോ f(z) ആയിട്ട് നമുക്ക് z² + 1 ഡിവൈഡഡ് ബൈ z-1 എടുക്കാനായിട്ട് പറ്റും. ഈ നേരത്തെ പോലെ നമുക്ക് സെയിം രീതിയിൽ തന്നെ ആൻസർ ചെയ്യാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ C z² + 1 ഡിവൈഡഡ് ബൈ z-1 / z+1 dz എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2πi × f(-1) എന്ന് വരും. സോ നമുക്ക് f(-1) ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മളുടെ f(z) എന്ന് പറയുന്നത് z² + 1 ഡിവൈഡഡ് ബൈ z-1 ആണ്. സോ ഞാൻ ഇതിനെന്ത് ചെയ്യുന്നു, f(-1) ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. f(-1) എന്ന് പറഞ്ഞാൽ -1² + 1 ഡിവൈഡഡ് ബൈ -1 -1. സെറ്റിന് പകരം ഞാൻ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു
1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -2 വരും. 2 ബൈ -2 വരും. ആൻസർ -1 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് വരും? 2 പൈ ഐ ഇൻറ്റു -1 വിച്ച് ഈസ് ഈക്വൽ ടു -2 പൈ ഐ. വളരെ സിമ്പിളാണ്. ഫസ്റ്റത്തേത് ക്യാച്ച് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റത്തേൽ ആ ഒരു 1 ആണ് റീജിയൻ അകത്തുള്ളതെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ -1 ആണ് റീജിയൻ അകത്തുള്ളത്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. സി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ റീജിയൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. മോഡ് z മൈനസ് ഐ ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ റീജിയൻ. അപ്പോൾ എന്താ വരിക? സെറ്റിന് പകരം ഞാൻ എക്സ് പ്ലസ് ഐ വൈ മൈനസ് ഐ ഈക്വൽ ടു 1 എന്ന് വരും. സോ ഇതിൻ്റെ റിയൽ പാർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റൂട്ട് എടുക്കാം. റിയൽ പാർട്ട് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, എക്സ് മാത്രമേ ഉള്ളൂ, പ്ലസ് ഇവിടെയാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്? മൈനസ് ഐ വൈ മൈനസ് ഐ. രണ്ടൊന്നും നമുക്ക് ഇമാജിനറി പാർട്ടായിട്ട് ഇടുന്നത് y മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് y മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ഏതാണ്? സെൻറ്റർ 0 1ഉം റേഡിയസ് 1 ഉള്ള സർക്കിളാണ് വരിക. സെൻറ്റർ 0 1ഉം റേഡിയസ് 1 ഉള്ള സർക്കിൾ വരും. ആ സർക്കിൾ എവിടെ ഉണ്ടാവുക? ആ സർക്കിൾ എന്ന് പറയുന്നത് സെൻറ്റർ 0 1 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. എക്സ് 0ഉം y 1ഉം. അപ്പോൾ ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും സർക്കിൾ ഉണ്ടാവുക. 0 1ഉം ദെൻ ഇവിടെ 0 2 വരും, ഇവിടെ 0 0 വരും. ഇതാണ് ആ റീജിയൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ Z0 ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പോയിന്റ് -1ഉം 1ഉം ആണ്. ഈ രണ്ട് പോയിന്റും നമ്മളുടെ സിയിലില്ല. ഈ രണ്ട് പോയിന്റ് നമ്മളുടെ സിയിലില്ല. -1 0 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ വരും. 1 0 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ വരും. ആ രണ്ട് പോയിന്റും നമ്മളുടെ റീജിയനിലില്ല. അതായത് നമ്മളുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. അതായത് ഇവിടെ നമ്മളുടെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ആണ് നമുക്ക് ചെയ്യേണ്ടത്. നമ്മളുടെ z² + 1 ബൈ z² - 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. സോ അങ്ങനെ കംപ്ലീറ്റ് അനാലിറ്റിക് ആണെങ്കിൽ ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് അനാലിറ്റിക് ആണെങ്കിൽ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളുടെ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? z² + 1 ബൈ z² - 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈസ് അനാലിറ്റിക്. അനാലിറ്റിക് ആണ് കാരണം രണ്ട് പോയിന്റും ഔട്ട്സൈഡ്, നമ്മുടെ റീജിയൻ ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഇത് അനാലിറ്റിക് ആണ്. സോ ബൈ കോഷീസ് ഇൻ്റഗ്രൽ തിയറം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കോഷീസ് ഇൻ്റഗ്രൽ തിയറം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി z² + 1 ബൈ z² - 1 dz ഈക്വൽ ടു 0. സോ അങ്ങനെ തന്നാൽ, അതായത് രണ്ട് പോയിന്റും ഔട്ട്സൈഡ് ആണെങ്കിൽ പിന്നെ നമ്മളുടെ ഫംഗ്ഷൻ ഈ റീജിയണിൽ തന്നിരിക്കുന്ന റീജിയണിൽ കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. തന്നിരിക്കുന്ന റീജിയണിൽ നമ്മളുടെ ഫംഗ്ഷൻ കംപ്ലീറ്റ് അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ 0 ആയിരിക്കും. അപ്പം 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്സും നോക്കി ആൻസർ എങ്ങനെയാണ് വരുന്നത് നോക്കുക. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചെയ്തു നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. നമ്മൾ അതൊരു ഫോർമുല തന്നെയാണ്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. e⁻z ഡിവൈഡഡ് ബൈ z - 1 ഇൻറ്റു z - 4. കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ക്യാച്ച് ചെയ്ത് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സി എന്ന് പറയുന്ന റീജിയൻ പറഞ്ഞിട്ടുള്ളത് മോഡ് z ഈക്വൽ ടു 2 ആണ്. അപ്പോൾ e⁻z ബൈ z - 1 ഇൻറ്റു z - 4. ഇതിൻ്റെ ആൻസറിൽ നമുക്ക് നേരത്തെ പോലെ z0 ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പോയിന്റ് 1ഉം 4ഉം ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം റീജിയൻ അകത്തുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. സോ നമുക്ക് റീജിയൻ ഒന്ന് വരച്ച് നോക്കാം. മോഡ് z ഈക്വൽ ടു 2. മോഡ് z ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² + y² ഈക്വൽ ടു 2. റൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്യുന്നു. x² + y² ഈക്വൽ ടു 2². ഏതാണ് റീജിയൻ? സെൻറ്റർ 0 0ഉം റേഡിയസ് 2ഉം വരുന്ന സർക്കിൾ. സെൻറ്റർ 0 0ഉം റേഡിയസ് 2ഉം വരുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റർ 0 0 റേഡിയസ് 2 ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ പോയിന്റ് 2 0 ആയിരിക്കും. ഇവിടുത്തെ പോയിന്റ് -2 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക് 1 4 എന്ന് പറഞ്ഞാൽ ഏതാണ് റീജിയൻ? 1 0 4 എന്ന് പറഞ്ഞാൽ 4 0. ഇതിൽ ഈ 1 0 എന്ന് പറയുന്ന പോയിന്റ് ഇതിനകത്തായിരിക്കും, ഏകദേശം ഇവിടെ ആയിട്ടുണ്ടാവും. അപ്പോൾ 1 ബിലോങ്സ് ടു സി ആണ്, 4 ഡസ് നോട്ട് ബിലോങ്സ് ടു സി ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഇത് ഇൻസൈഡ് ആണ്. സോ നമുക്ക് z0 ആയിട്ട് എന്തെടുക്കാം? z0 ആയിട്ട് നമുക്ക് 1 എടുക്കാം. നമ്മളുടെ f of z ആയിട്ടോ ക്വസ്റ്റ്യനിൽ f of z തന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് f of z e⁻z ഡിവൈഡഡ് ബൈ z - 4 എന്നെടുക്കാം. ഇതും കംപ്ലീറ്റ് അനാലിറ്റിക് ആണ്. കാരണം z ഈക്വൽ ടു 4 ആ റീജിയൻ അകത്തല്ല, ആ റീജിയൻ പുറത്തായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
അത് അനാലിറ്റിക് ആണ്. സോ എഫ് ഓഫ് സെഡ് ആയി സെഡ് നോട്ട് ആയി. നമുക്ക് ഇവിടെ തന്നെ ആ ഒരു വാല്യൂ കൂടി ഒന്ന് കൊടുത്ത് നോക്കാം. എഫ് ഓഫ് സെഡ് നോട്ട് നമുക്ക് കാണേണ്ടി വരുമല്ലോ. എഫ് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4 എന്ന് വരും. ഇ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ -3 ഇ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ -3. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു സെഡ് ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 4 ഡി സെഡ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി ഇ റൈസ് ടു സെഡ് ബൈ z മൈനസ് 4 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ഡി സെഡ്. നമ്മൾ ആ ഒരു ഫോമിലോട്ട് മാറ്റുകയാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോമിലാണ്. കാരണം എങ്ങനെ ഇതാ, ഇത് എഫ് ഓഫ് സെഡ് ആണ്, ഇത് സെഡ് മൈനസ് സെഡ് നോട്ട് ആണ്. ഇത് എഫ് ഓഫ് സെഡും ഇത് സെഡ് മൈനസ് സെഡ് നോട്ട് 1 വരുന്നുണ്ട്. സോ ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമുക്കറിയാം 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് 1. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2 പൈ ഐ ഇൻറ്റു എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഇ റൈസ് ടു 1 ഡിവൈഡഡ് ബൈ -3. ജസ്റ്റ് ആ ഒരു വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ ആൻസർ ഏകദേശം ആയിട്ടുണ്ട്, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ -2/3 പൈ ഐ ഇ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ആ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്തത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയിലൊരു സ്പ്ലിറ്റിംഗ് പോസിബിൾ ആണെങ്കിൽ, ഇപ്പോൾ z² - 1 നമുക്ക് ആ ഒരു ഫോമിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, z മൈനസ് സെഡ്. അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു a² - b² വെച്ചിട്ട്, എന്നിട്ട് റീജിയൺ വരച്ചു, ഈ രീതിയിൽ ആൻസർ ചെയ്തു. ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ, ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ z മൈനസ് 1 z മൈനസ് 4 ഡയറക്റ്റ് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിലോട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പോയിന്റാണ് ഇൻസൈഡ് നോക്കുക, ഔട്ട് സൈഡ് ഉള്ളത് നമ്മൾ ഫംഗ്ഷനായിട്ട് മാറ്റി. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്ന് ചോദിക്കുക. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ എന്നോ അല്ലെങ്കിൽ ഇവാലുവേറ്റ് യൂസിങ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല എന്നോ പറഞ്ഞ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു റീജിയണും തന്നിട്ടുണ്ടാവും. അപ്പോൾ റീജിയൺ വരച്ച് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. റീജിയണിൽ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ മോഡ് സെറ്റിന് √(x² + y²) അത് കൊടുക്കുന്ന പോലെ ഫംഗ്ഷൻ അനുസരിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് സ്ക്വയർ ചെയ്ത് ആ റീജിയൺ ഒന്ന് വരച്ച് ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഫോർമുലയും അതിലെ 2 ക്വസ്റ്റ്യൻസും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ റൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.